പ്രൈസ് ലോർഡ്, ഹാലലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവൻ്റെ സന്ദേശം എന്ന ഈ പ്രോഗ്രാമിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിലൂടെ, ഈ മാധ്യമത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം ഒരല്പസമയം തിരുവചന വേദഭാഗം നമുക്ക് ചിന്തിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം അതിലിങ്ങനെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ഹല്ലേലൂയ. ഈ ഒരു വർഷം 2024 എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ച് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കഴിഞ്ഞ നാളുകളിൽ ശാരീരികമായൊക്കെ ഒത്തിരി ബലഹീനതയിലൂടെയൊക്കെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ആലോചന 2024 പരിശുദ്ധ ആത്മാവിൻ്റെ വർഷം. ഹാലേലൂയ. ദ ഇയർ ഓഫ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവിൻ്റെ വർഷം. ഈ 2024 ആരംഭത്തിൽ തന്നെ ഹാലലൂയ, ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ പരിശുദ്ധ ആത്മാവ് തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുന്നു: അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുന്ന ആ സമയത്ത് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് അബ്രഹാം. അബ്രഹാമിനെ വിളിച്ച ഒരു സാഹചര്യം എന്ന് പറയുന്നത്, താൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ചു. ആ വിളി കേൾക്കുന്ന സമയത്ത് തന്നെ അബ്രഹാം ദൈവത്തിൽ, തന്നെ വിളിച്ച ദൈവത്തെ ആഴമായി അങ്ങ് വിശ്വസിച്ചു. ഈ വിശ്വാസത്തെ അബ്രഹാമിന് നീതിയായി ദൈവം കണക്കിട്ടു. ഹാലേലൂയ. ഈ പരിശുദ്ധ ആത്മാവിനാൽ ഈ സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, ഹാലേലൂയ, വിശ്വാസം മുഖാന്തരമാണ് നമുക്ക് നീതീകരണം സംഭവിക്കുന്നത്. വിശ്വാസം മുഖാന്തരം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അബ്രഹാമിന് ദൈവം കൊടുത്ത ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ വളരെയധികം അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ അബ്രഹാമിന് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആ ഒരു അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണം, അതിൽ പ്രധാനമായിട്ടും 7ഓളം വാഗ്ദത്തങ്ങൾ അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രധാനമായി 7 വാഗ്ദത്തങ്ങൾ നമുക്ക് ആ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, പ്രിയ സഹോദരങ്ങളെ, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏത് തന്നെ ആയിരുന്നാലും, എത്ര തന്നെ മോശം സാഹചര്യത്തിലൂടെയാണ് നീ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ, നീ യേശു കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശു കർത്താവ് മുഖാന്തരം, ആ ക്രിസ്തു യേശുവിലുള്ള നിന്റെ വിശ്വാസം മുഖാന്തരം, ഹല്ലേലൂയ, അബ്രഹാമിന് ദൈവം കൊടുത്ത ആ വാഗ്ദത്തങ്ങൾക്ക് ഇന്ന് ഈ സമയം മുതൽ നമ്മളും അവകാശികളാണ്. എങ്ങനെ നമ്മൾ അവകാശികളായി എന്ന് ചോദിച്ചാൽ, നമ്മൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി നമ്മൾ ഹൃദയത്തിൽ അതിനെ ഏറ്റെടുത്ത് വിശ്വസിക്കുകയും വായ്കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്ന സമയത്ത് രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. പരിശുദ്ധാത്മാ അഭിഷേകം നാം പോലും അറിയാതെ നമ്മെ നടത്തുവാനായിട്ട് തുടങ്ങുന്നു. അന്നു മുതൽ ക്രിസ്തുവിലാകുന്നു നമ്മൾ. അങ്ങനെ രക്ഷിക്കപ്പെട്ട് ക്രിസ്തു യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിനോട് സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം സ്നാനപ്പെട്ട് ക്രിസ്തുവിൽ യേശുവിലായ പ്രിയ ദൈവ പൈതലേ, നിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അതിസംബോധന ചെയ്യുന്നത് നീ ഒരു വിശ്വാസി എന്നാണ്. യേശുക്രിസ്തു മുഖാന്തരം അബ്രഹാമിന് ദൈവം കൊടുത്ത സകല വാഗ്ദത്തങ്ങൾക്ക് ഇനി നമ്മൾ പുറംപറമ്പിൽ കിടക്കുന്നവരല്ല, ഇനി നമ്മൾ അന്യരും പരദേശികളുമല്ല.
ഹല്ലേലൂയ, നമ്മളെ തിരഞ്ഞെടുത്ത് അബ്രഹാമിൻ്റെ സന്തതിയാക്കി ആ വാഗ്ദത്തങ്ങൾക്ക് അവകാശിയാക്കി എൻ്റെ സ്വർഗത്തിലെ ദൈവം നമ്മെ തീർക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിനെ വിളിക്കുന്ന സമയത്ത് കനാൻ എന്ന് പറയുന്ന ദേശത്തേക്ക് പോകുവാൻ കർത്താവിൽ ആശ്രയിച്ച് അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് പുറപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഈ ലോകത്തിൻ്റെ ഒരു കനാൻ ദേശത്തെ അവകാശമാക്കുന്നവരായിട്ടല്ല, ഹല്ലേലൂയ, യേശു കർത്താവ് നമുക്ക് വേണ്ടി കടന്നുപോയിട്ട് അവിടെ ഒരുക്കുന്ന ഒരു ഭവനമുണ്ട്, അവിടെ ഒരുക്കുന്ന ഒരു ദേശമുണ്ട്. അവിടേക്ക് പോകുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ഓരോ ദിവസവും നമ്മെ പണിയുന്നു എന്ന് വചനം പഠിക്കുന്ന നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിനകത്ത് വളരെ വ്യക്തമായി യേശു കർത്താവ് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് എന്ന ഒരു കാര്യസ്ഥനെ കുറിച്ച്. ഇന്ന് പകൽക്കാലം കർത്താവിനെ അറിഞ്ഞവരും അറിയാത്തവരുമായി എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഹല്ലേലൂയ, നീ കടന്നു പോകുന്ന സാഹചര്യം ഏത് തന്നെ ആയിരുന്നാലും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുവാൻ നീ തയ്യാറാണോ? നിന്റെ ജീവിതം ഇന്ന് വരെ കണ്ടതുപോലെ ആയിരിക്കുകയില്ല. ഈ 2024 ഒരു മാറ്റത്തിൻ്റെ ഒരു വർഷമാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനൊരു കൂട്ടുകാരനെ പോലെ കൊണ്ടു നടക്കുവാൻ നീ തയ്യാറാണോ? അനേക കുഞ്ഞുങ്ങളുമായി ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ആൻറ്റി ഞാൻ വളരെ ഭാരത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും തങ്ങളോട് കൂടെയുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, അധ്യാപകരുണ്ട്. പക്ഷേ എങ്കിലും എവിടെയൊക്കെയോ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് ഒരു തോന്നൽ അവരുടെ ഉള്ളത്തിൽ ഉളവായി വരുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, നിങ്ങൾ കർത്താവിനെ ഒന്ന് കൂട്ടുപിടിച്ച് നടന്നാൽ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കുവാൻ നീ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം മാറുന്നത് നീ പോലും അറിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ അബ്രഹാമിന് കൊടുത്ത ഏറ്റവും നല്ല ഒരു വാഗ്ദത്തം എന്ന് പറയുന്നത്, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നമ്മൾ പുറംപറമ്പിൽ കിടന്നവരായിരുന്നു, കാട്ടൊലിവായ നമ്മെ അവിടെ നിന്ന് എൻ്റെ സ്വർഗത്തിലെ ദൈവം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നമ്മെ വെട്ടി അവിടെ നിന്ന് മാറ്റി നാട്ടൊലിവായ ക്രിസ്തുവിനോട് കൂടെ ഒട്ടിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത് പോലെ ഇനി നമ്മൾ ഫലം കായ്ക്കുന്നത് ഇതുവരെ നമ്മൾ കടന്നുപോയ പഴയ ഫലങ്ങളല്ല, ക്രിസ്തുവിൻ്റെ ഫലം നമ്മളിലൂടെ പുറപ്പെട്ടു വരുവാനായിട്ടിടയായിത്തീരും. അതെങ്ങനെ നമ്മളിൽ ഉളവാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് സഹായിക്കുന്നതാണ് പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഇരിക്കുവാൻ കർത്താവ് അയച്ചു തന്ന പരിശുദ്ധ ആത്മാവ് അവൻ സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. ഇതുവരെ നിങ്ങൾ മാന്യതയില്ലാത്തവനാണ് എന്ന് നീ ഭാരപ്പെടുന്നുണ്ടോ? നിന്റെ ഭവനത്തിനകത്ത് ആരും നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നീ ഭയക്കുന്നുണ്ടോ? അങ്ങനെ നീ ഭാരത്തിലായിരിക്കുന്നുണ്ടോ? പ്രിയ ദൈവ പൈതലേ, ഞാൻ നിന്നെ നോക്കി എനിക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയുവാൻ കഴിയും. അവിടെയാണ് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്ത വിഷയം ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിനകത്തേക്ക് നമ്മെ കയറ്റി നിർത്തുന്നത്. നിന്റെ ഭവനത്തിനകത്ത് നിനക്ക് മാന്യതയില്ല എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? അങ്ങനെ നീ ഭാരപ്പെടുന്നുണ്ടോ? പ്രിയ ദൈവ പൈതലേ, അവിടെയാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിന്റെ കൂടെ ഇരുന്നിട്ട് നിനക്ക് മാന്യത നൽകുവാനായിട്ട് സാഹചര്യങ്ങളെ ഒരുക്കുവാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് മാന്യത ലഭിക്കുക? നമ്മുടെ സ്വഭാവം, നമ്മുടെ രീതി, നമ്മുടെ ഇടപെടൽ പഴയതുപോലെ ആയിരിക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തോടെ ഒന്ന് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ജീവിതം ഇനി ഞാനല്ല നിയന്ത്രിക്കുന്നത്, എൻ്റെ കർത്താവെ അങ്ങ് നിയന്ത്രിക്കണമെന്ന് ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഞാൻ ഉറപ്പോടെ പറയും, നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധ ആത്മാവ് മാറ്റും. ഹല്ലേലൂയ. ആത്മാവ് അതിനെ ചേഞ്ച് ചെയ്യും. നമ്മുടെ സ്വഭാവത്തെ കർത്താവ് അങ്ങ് മാറ്റും. ഇതുവരെ സന്തോഷിക്കുവാൻ കഴിയാത്ത അനുഭവത്തിലായിരുന്നു, ഹല്ലേലൂയ, ഇതുവരെ സമാധാനത്തോടെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഇടപെടുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു, ഏത് എടുത്താലും എന്ത് കണ്ടാലും ദേഷ്യം വരുന്ന ഒരു സ്വഭാവമായിരുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം പോലും അറിയാതെ നമ്മുടെ സ്വഭാവം മാറുവാനായിട്ടിടയായിത്തീരും. ഇന്നലെ വരെ കണ്ട നീ ആയിരിക്കത്തില്ല ഇന്നു മുതൽ മറ്റുള്ളവർ നിന്നെ കാണുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കുമ്പോൾ എന്തോ ഒരു മാറ്റം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഈ സഹോദരൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചു, ഇവന് എങ്ങനെ
നിനക്കിങ്ങനെ മാറുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അതുവരെ നിനക്കില്ലാത്ത മാന്യത സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ഇതാണ് പരിശുദ്ധ ആത്മാവിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയ. പഴയതിനെ ഹല്ലേലൂയ സകലതും മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായി സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുവാനായിട്ട് തുടങ്ങും. ആ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ നമ്മളെ ഇതുവരെ മാനിക്കാത്തവർ, നമ്മളെ ഇതുവരെ ബഹുമാനിക്കാതെ മാറ്റി നിർത്തിയവർ, നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലിസ്ഥലത്തോ നിങ്ങളുടെ ഭവനങ്ങൾക്കകത്തോ നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ജീവിതത്തിനകത്തോ തള്ളപ്പെട്ടവരായി എന്ന് തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവിന് ഇന്നു മുതൽ വിട്ടുകൊടുക്ക്. ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതത്തെ സ്വതന്ത്രമായി പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തെ മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത അത്രയും ഉയരത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കരം പിടിച്ച് കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീരും. അബ്രഹാമിൻ്റെ ജീവിതത്തെ നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. ഒരു ഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടിയവൻ വാഗ്ദത്തം കൊടുത്തു തലമുറയെ കിട്ടുമെന്ന്. എന്നാൽ തലമുറയില്ലാതിരുന്നപ്പോഴും ഹല്ലേലൂയ ഒരുപക്ഷെ മറ്റുള്ളവർ തന്നോട് ചോദിച്ചു കാണും, അബ്രഹാമേ, നീ എന്ത് കണ്ടിട്ട് ഇറങ്ങി? നിന്നെ ദൈവം വിളിച്ചു എന്ന് നീ പറയുന്നുണ്ടല്ലോ, പക്ഷെ ദൈവത്തിൻ്റെതായ യാതൊന്നും നിന്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ, ഒരു പൂർത്തീകരണം നിന്നെ കാണുന്നില്ലല്ലോ എന്നൊരുപക്ഷെ അബ്രഹാമിനെ നോക്കി ജനം കളിയാക്കി കാണും, പറഞ്ഞു കാണും അബ്രഹാമിനെതിരെ. എന്നാൽ അബ്രഹാമിനൊരു ഉറപ്പുണ്ടായിരുന്നു. എന്നോട് വാഗ്ദത്തം ചെയ്ത എൻ്റെ ദൈവം അവൻ വാക്കുമാറാത്തവനെന്നുള്ളൊരു ഉറപ്പ്, എനിക്കൊരു ദേശം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളൊരു ഉറപ്പ്. ആ ഒരു വിശ്വാസത്തെ ദൈവം അത് നീതിയായി കണക്കിട്ടിട്ട് ആ കനാൻ ദേശത്തെ അവകാശമാക്കുവാൻ ഹല്ലേലൂയ അബ്രഹാമിന് ദൈവം കൃപ കൊടുത്തു. ഏറ്റവും വലിയ അനുഗ്രഹം ഞാൻ പറയും, അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതനെന്നറിയപ്പെടുവാൻ, ആ പേരിൽ അറിയപ്പെടുവാൻ സ്വർഗം കൃപ നൽകി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഒരു മനുഷ്യൻ്റെ മേൽ വരുമ്പോൾ പഴയ മനുഷ്യനെ ദൈവം മാറ്റിയിട്ട് പുതിയ മനുഷ്യൻ്റെ സ്വഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. ഇതേ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന് അനുരൂപമാക്കി നമ്മെ മാറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുവരെ നമ്മൾ കാണാത്തത്, അതുവരെ നമ്മൾ കേൾക്കാത്തത്, ഒരുപക്ഷെ ഇടുങ്ങിയ സാഹചര്യങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോകാമായിരുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ എന്നു മുതൽ ആശ്രയിക്കുവാൻ തുടങ്ങിയോ അന്നു മുതൽ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് മാറ്റി, ഞങ്ങളുടെ ചിന്താഗതികളെ മാറ്റി. ഒരുപക്ഷെ ഞങ്ങളിൽ തന്നെ ഒതുങ്ങി ഹല്ലേലൂയ ഞങ്ങളുടെ വേദന, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ രോഗങ്ങൾ എന്ന് പറഞ്ഞ് അതിനെ മുൻനിർത്തി കണ്ട് അതിനു മാത്രം ചിന്തിച്ച് ജീവിക്കേണ്ടിയിരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എന്നു മുതൽ ഞങ്ങളുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് വിട്ടുകൊടുത്തു. അന്നു മുതൽ അനേകർക്ക് അനുഗ്രഹമാക്കി എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ മാറ്റി. പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി വെക്കും. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി വെക്കും. ആത്മാവ് നമ്മുടെ മേൽ വന്നാൽ നീ വിശ്വസിക്കുന്നുണ്ടോ പ്രിയ ദൈവ പൈതലേ? ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ആരൊക്കെയോ പറയുന്നു, എന്നെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ പാഴം ശൂന്യവുമായി പോകും, എങ്ങും എത്തിപ്പെടുവാൻ ഇനി കഴിയുകയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രിയ ദൈവ പൈതലേ, ഞാൻ നിന്നെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുക്ക്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ, നിന്റെ ജീവനെ വിട്ടുകൊടുക്കുവാൻ നീ തയ്യാറാണോ? നിന്നെ അനുഗ്രഹിക്കുക മാത്രമല്ല ദൈവം ചെയ്യുന്നത്, നിന്നെ അനേകർക്ക് അനുഗ്രഹമാക്കി വയ്ക്കും, അനേക ദേശങ്ങൾക്ക് അനുഗ്രഹമാക്കി വയ്ക്കും, നിന്നെ അനേക പട്ടണങ്ങൾക്ക് അനുഗ്രഹമാക്കി വയ്ക്കും, അനേക കുടുംബങ്ങൾക്ക് അനുഗ്രഹമാക്കി വയ്ക്കും. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയത്രേ. പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്ക്. ഹല്ലേലൂയ. എന്തൊക്കെയോ പ്രാപിക്കുവാൻ ഓടിയത് മതി. ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ നിന്നോട് സംസാരിക്കുന്നത്, നീ തന്നെ അധ്വാനിച്ച് എങ്ങനെയൊക്കെയോ എനിക്ക് മുന്നേറണം, എങ്ങനെയെങ്കിലും എനിക്ക് സമൂഹത്തിൽ നല്ലവനാകണം, എൻ്റെ കുറവുകളിൽ നിന്ന് എൻ്റെ പാപങ്ങളിൽ നിന്ന് എനിക്ക് പുറത്തു വരണം എന്ന് പറഞ്ഞ് അധ്വാനിച്ച് മടുത്ത ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ അങ്ങനെയുള്ള പ്രിയ ദൈവ പൈതലേ നിന്നോട് വിളിച്ചു പറയുന്നത്, ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്ക്. ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. നീ ചിന്തിക്കാത്ത നിലകളിൽ, നീ പ്രതീക്ഷിക്കാത്ത നിലകളിൽ പരിശുദ്ധാത്മാവ് നിന്നെ കരം പിടിച്ച് കൊണ്ടുപോയിട്ട് അവിടെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവം, നിന്റെ കുറവുകളെ
കഴുകിക്കളഞ്ഞ്, നിന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ്, നീതിയുടെ വസ്ത്രം നിന്റെ മേൽ ധരിപ്പിച്ച് നിന്നെ കാണുന്നവർ ഇനി പഴയ മനുഷ്യനായിട്ടല്ല കാണുവാൻ പോകുന്നത്. ഈ 2024 പ്രവചനാത്മാവിൽ നിറഞ്ഞ് ഞാൻ വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതം മാറുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ സന്ദേശം കേൾക്കുന്ന ഭവനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ചില സൃഷ്ടിപ്പുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്യുന്നു എന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ചില ബന്ധങ്ങൾ മരിച്ചു കിടക്കുന്നത് പോലെ കിടക്കുന്നവർ എന്നെ കാണുന്നു. തലമുറകളുടെ തെറ്റായ പോക്കിനെ ഓർത്ത് വ്യാകുലപ്പെടുന്ന മാതാവേ, ആരോടും പറയുവാൻ കഴിയാതെ എൻ്റെ മകളുടെ ഭാവി എന്താകും, അവൾ എങ്ങനെ ആയിത്തീരും, എങ്ങനെയാകും അവളുടെ കുടുംബമെന്ന് ഭാരപ്പെടുന്ന പ്രിയ മാതാവേ, നിന്നെ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്നെയും നിന്റെ മകളെയും പണിയുന്ന പരിശുദ്ധാത്മാവിന് നിന്നെ വിട്ടുകൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? ഈ 2024 നിനക്കൊരു പരാജയമായിരിക്കുകയില്ല. നിന്റെ മകളുടെ ജീവിതത്തിന്റെ തകർച്ചയല്ല നീ കേൾക്കുവാൻ പോകുന്നത്, അവൾ എഴുന്നേൽക്കുന്നത് നീ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറ അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ ഇരിക്കുന്നുവോ? അവളുടെ ബുദ്ധിയെ മറയ്ക്കുന്ന തരത്തിൽ ഈ ലോകത്തിന്റെ ദുഷ്ടൻ അവളെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇന്ന് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചില പണിയപ്പെടലുകളെ നടത്തുന്ന വർഷമത്രേ 2024. ഇതുവരെ നീ കണ്ട ശൂന്യത ഇനി കാണത്തില്ല. ഇതുവരെ നിന്റെ അധ്വാനം നീ പാഴായി പോയെങ്കിൽ, നിന്റെ പ്രാർത്ഥന നിനക്ക് പാഴായി എന്ന് തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. നീ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്ക്. നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, ഇതുവരെ ഉപദേശിച്ചിട്ട് നന്നാകാത്ത ഭർത്താവിനെ, ഭാര്യയെ യേശു കർത്താവിന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്ക്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ഒതുക്കുവാനുള്ളതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, സഭയിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നു, അതിനുവേണ്ടി മാത്രമുള്ളതല്ല പരിശുദ്ധാത്മാവ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവ് പറഞ്ഞു, അവൻ കാര്യസ്ഥനത്രേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനെ പോലെ, ഒരു നായകനായി നിന്റെ ജീവിതത്തെ നയിക്കുവാൻ ഇന്ന് ഈ സമയം മുതൽ നിനക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ ജീവിതം മാറും. ഹല്ലേലൂയ. ഇതുവരെ കണ്ട പരാജയത്തെ കാണുവാൻ പരിശുദ്ധാത്മാവ് അനുവദിക്കുകയില്ല. നിന്ദിച്ചവിടെ മധ്യ മാനിക്കുന്ന ഒരു ദൈവമാണ്. വിശ്വാസികളുടെ പിതാവായി അബ്രഹാം അറിയപ്പെട്ടത് ഒത്തിരി വർഷത്തെ നിന്ന തനിക്ക് പറയുവാൻ കാണും. ഹല്ലേലൂയ. എന്നാലും അബ്രഹാം ഇന്ന് വളരെ സന്തോഷത്തോടെ, സുവിശേഷ ഭാഗത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചിട്ട് അബ്രഹാം പിതാവിന്റെ മടിത്തട്ടിലേക്ക് പോയെന്ന്. ഹല്ലേലൂയ. തന്റെ മക്കളെ നോക്കി സന്തോഷിക്കുന്ന ഒരു പിതാവ്. ഹല്ലേലൂയ. വിശ്വാസികളുടെ പിതാവാക്കി പരിശുദ്ധാത്മാവ് അബ്രഹാമിനെ മാറ്റിയെങ്കിൽ ഇന്ന് നീ ഒറ്റയ്ക്കാണോ ആയിരിക്കുന്നത്? നീ തളർന്ന അനുഭവത്തിലാണോ? ആർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതം വിട്ടുകൊടുക്ക്. ഒരുപക്ഷെ നീ ആദ്യമായിട്ടായിരിക്കാം സുവിശേഷം കേൾക്കുന്നത്, ആദ്യമായിട്ടായിരിക്കാം പരിശുദ്ധാത്മാവ് എന്തെന്ന് പോലും അറിയാത്തവർ ഒരുപക്ഷെ എന്നെ ഇതിലൂടെ കാണുന്നുണ്ടായിരിക്കാം. അങ്ങനെ ആണെങ്കിലും പ്രിയ ദൈവ പൈതലേ, നീ ഭാരപ്പെട്ടു പോകേണ്ട. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നെ ഒന്ന് നയിക്കണമേ എന്നൊന്ന് നിനക്ക് പറയുവാൻ കഴിയുമോ? നീ ഇരിക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും പരിശുദ്ധാത്മാവ്, നിന്നോട് ഇടപെടും. ഹല്ലേലൂയ. നീ ആകുന്ന ഒരു റൂമിനകത്ത് നീ ഒതുക്കപ്പെട്ടവനായിട്ട് നീ ഭാരത്തോടെ പുറത്തിറങ്ങുവാനോ ആരെയും ബേസ് ചെയ്യുവാനോ കഴിയാതെ നീ ആയിരുന്നാലും, അതിനകത്തിരുന്നു കൊണ്ട് എന്നെ കേൾക്കുന്നുവോ പ്രിയ ദൈവ പൈതലേ, ഈ പരിശുദ്ധാത്മാവിന് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്ക്. ആത്മാവ് നിങ്ങളെ പണിയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും, ഞങ്ങളുടെ ജീവിതത്തെ മിത്രത്തോളം മാറ്റിയത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷേ ആത്മാവെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നിന്ദിക്കുമായിരിക്കും, കളിയാക്കുമായിരിക്കും. എന്നാൽ അതല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ഇരുന്ന് നിനക്ക് നടക്കേണ്ടുന്ന വഴിയെ ആലോചന പറഞ്ഞു തരുന്നതാണ് പരിശുദ്ധാത്മാവ്. പാപത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മപ്പെടുത്തി തരും. ഹല്ലേലൂയ. നീതിയെക്കുറിച്ച് നിനക്ക് ഓർമ്മപ്പെടുത്തി തരും. വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് നിനക്ക് ഓർമ്മപ്പെടുത്തി തരും. ഒരു കൂട്ടുകാരനായി നിന്നോടൊപ്പം സഞ്ചരിക്കുവാൻ പരിശുദ്ധാത്മാവിന് തയ്യാറാണ്. ഹല്ലേലൂയ. നീ ഒരുക്കമാണോ? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ ആത്മാവിന് വിട്ടുകൊടുക്കുവാൻ നീ ഒരുക്കമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ഒരുപക്ഷെ നമ്മൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായിരിക്കാം എന്നെ കേൾക്കുന്നത്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്തവരായിരിക്കാം എന്നെ കേൾക്കുന്നത്. ആരോ ആയിക്കൊള്ളട്ടെ, ഏത് സാഹചര്യമോ ആയിക്കൊള്ളട്ടെ, പ്രിയ ദൈവപൈതലേ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഇന്ന് ഈ സമയം മുതൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വതന്ത്രമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൂട്ടുകാരനായി നിങ്ങളോടൊപ്പം പരിശുദ്ധാത്മാവ് സഞ്ചരിക്കും. ഹല്ലേലൂയ. അനേക കുഞ്ഞുങ്ങൾ എക്സാം എഴുതിയതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനല്ല എഴുതിയത് ആൻറ്റി, കർത്താവ് എൻ്റെ കൂടെ ഇരുന്നു എന്നെ കൊണ്ടത് എഴുതിപ്പിച്ചു. ഹല്ലേലൂയ. അവർക്ക് ചെയ്യുവാൻ കഴിയാത്തതിനെ പരിശുദ്ധാത്മാവ് സാധ്യമാക്കി കൊടുത്തു. ഇന്ന് ഈ സമയം മുതൽ നിങ്ങളുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണോ? ഒരുപക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ കർത്താവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചു രഹസ്യമായോ പരസ്യമായോ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ നമ്മൾ തന്നെ ചുമക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, പടകിൽ ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിച്ച കർത്താവ് ഉറങ്ങിയിരുന്നത് പോലെ ആത്മാവിനെ പ്രവർത്തിക്കുവാൻ വിട്ടുകൊടുക്കാതെ നമ്മൾ പരിശുദ്ധാത്മാവിനെ ഒതുക്കി വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളാണോ? ഇന്ന് ഈ സമയം മുതൽ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വളരെ ദൈവസ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. ആത്മാവിനെ ഒതുക്കി കളയരുതേ, പരിശുദ്ധാത്മാവിനെ ഒതുക്കി കളയരുതേ. കർത്താവ് തന്നെ പറഞ്ഞു, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മുടെ അരികിൽ വന്നിട്ട് നമ്മോട് ചേർന്ന് നിന്നിട്ട്, ഹല്ലേലൂയ, നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ, നമ്മുടെ വേദനകളെ ചുമക്കുവാൻ ക്രൂശിന്മേൽ സകലതും നമുക്ക് ചെയ്തു തന്ന നല്ല കർത്താവ്. ഈ ഗലാത്യ ലേഖനം 12-13 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, യേശു കർത്താവ് ക്രൂശിൽ ശാപമായി മാറി. എന്തിനു വേണ്ടി? എനിക്കും നിനക്കും വേണ്ടി. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് വാഗ്ദത്തങ്ങളെ കൊടുത്ത എൻ്റെ സ്വർഗത്തിലെ ദൈവം, അതേ അനുഗ്രഹം നമുക്ക് വരുവാൻ വേണ്ടി കർത്താവ് നമുക്ക് പകരക്കാരനായി ശാപമായി മാറി. അതേ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കുവാൻ ഇന്ന് ഈ സമയം മുതൽ നിങ്ങൾ തീരുമാനിക്കുമോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റും. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റും. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് അബ്രഹാമിനെ വിളിക്കുമ്പോൾ വാഗ്ദത്തം കൊടുത്തു. 7ഓളം, പ്രധാനമായി 7ഓളം വാഗ്ദത്തങ്ങളെ കൊടുത്തു. അതിലൊരു വാഗ്ദത്തമാണ്, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്ന് ഹല്ലേലൂയ, ഈ ജനുവരി മാസം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു ശാപമാണ് എന്ന്. നീ ജനിച്ചപ്പം മുതലേ ഈ കുടുംബത്തിന് കഷ്ടകാലമാണ്. നീ ഈ ഓഫീസിൽ കാലെടുത്ത് വെച്ച സമയം മുതൽ കഷ്ടകാലമാണ് എന്ന് നിന്റെ ബോസ് നിന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. അബ്രഹാമിന്റെ അനുഗ്രഹം, നീ ഒരു അനുഗ്രഹമായിരിക്കും. യേശു കർത്താവിൽ വിശ്വസിക്കുന്നതിലൂടെ അതേ അനുഗ്രഹം, അതേ വാഗ്ദത്തം ഇന്ന് അബ്രഹാമിനുള്ളതല്ല, ഇന്ന് നമുക്കുള്ളതത്രേ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്നുള്ള വാഗ്ദത്തം, ആ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം, അത് ഇന്ന് നിനക്കുള്ളതാണ്. നിന്നോട് ദൈവം സംസാരിക്കുന്നു. നീ കുടുംബത്തിന് നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഓഫീസിൽ നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ സ്കൂൾ കോളേജിൽ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. നീ ദേശത്തിന് ശാപമല്ല, നീ ദേശത്തിന് അനുഗ്രഹം അത്രേ. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം മുതൽ ആത്മാവിൽ നിറഞ്ഞ് ഞാൻ വിളിച്ചു പറയുന്നു, നമ്മൾ ഹല്ലേലൂയ ശപിക്കപ്പെട്ടവരല്ല, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരത്രേ. അതിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നടത്തട്ടെ. അതിലേക്ക് പരിശുദ്ധാത്മാവിനെ നയിക്കുവാൻ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാമോ? ഇന്ന് ഈ സമയം ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഏതായിരുന്നാലും, എവിടെ വെച്ചാണോ നിങ്ങൾ ഈ സുവിശേഷം കേൾക്കുന്നത്, അവിടെ നിന്നുകൊണ്ട് എൻ്റെ കർത്താവിനോട് നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനായ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് നിനക്കൊന്ന് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ അഭിഷേകം പ്രാപിച്ചിട്ട് വർഷങ്ങളായി കാണും. വർഷങ്ങളായി നീ വിശ്വാസത്തിൽ വന്നിട്ട് ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന സാഹചര്യമാണോ? പ്രിയ ദൈവവൈതലേ,
ദൈവമക്കളെ ഇന്ന് ഈ സമയം മുതൽ ഒന്ന് തീരുമാനമെടുത്ത് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഞാൻ പരിശുദ്ധ ആത്മാവിന് വിട്ടുതരുന്നു. ഒരു കാര്യസ്ഥനായി, എന്നോട് കൂടെ ഇരിക്കുന്ന ഒരു കൂട്ടുകാരനായി, എന്നെ നടത്തുന്ന ഒരു വഴികാട്ടിയായി, എനിക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമായി പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ ഇരിക്കണമേ എന്നൊന്ന് പറയാമോ? കർത്താവെ, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം ഈ കുടുംബങ്ങൾക്കകത്ത് ഇറങ്ങട്ടെ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ശൂന്യമായി കിടക്കുന്ന ജീവിതാനുഭവങ്ങൾ ഉള്ളവർ എന്നെ കാണുന്ന കർത്താവേ, പരിശുദ്ധാത്മാവ് തന്നെ അവരോട് ഇടപെടണം. പരിശുദ്ധാത്മാവ് തന്നെ അവരോട് സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ സകല ശൂന്യതകളും മാറിപ്പോകട്ടെ, സകല ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ഇല്ലായ്മകള് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അത് നീങ്ങിപ്പോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകരം ചലിക്കണം. അത്ഭുതങ്ങളെ ഇവർ കാണട്ടെ. ഈ 2024 പരിശുദ്ധാത്മാവിൻ്റെ വർഷമായി തീരട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കകത്തും പരിശുദ്ധാത്മാവ് കർത്തൃത്വം നടത്തുന്ന ഒരു വർഷമായി മാറട്ടെ. തുറക്കാത്ത വാതിലുകൾക്ക് മുന്നിൽ ഭാരപ്പെടുന്നവർക്ക് വാതിലുകൾ തുറക്കപ്പെടുന്ന ഒരു വർഷമായി മാറുമെന്ന് ആത്മാവ് നിങ്ങളോട് ആലോചന അറിയിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ തുടച്ചു കളയുന്ന, നിന്റെ കുടുംബത്തിനകത്ത് ദുഃഖം കെട്ടി നിൽക്കുന്നത് പോലെ ഭാരപ്പെടുന്നവർ എന്നെ കാണുന്നു. ഹല്ലേലൂയ. ഇന്നു മുതൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാതന്ത്ര്യം നിന്നെയും നിന്റെ കുടുംബത്തെയും ഭരിക്കുവാൻ പോകുന്നു. എല്ലാ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ ആനന്ദമായി മാറട്ടെ. സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ ഈ കുടുംബങ്ങൾക്കകത്ത് വാഴുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.